ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അടിപൊളി ഒരു നാടൻ കോഴി കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഒരു കോഴിയല്ല, 2 കോഴിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് നാടൻ കോഴി വെക്കാമെന്ന്. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതേ ഉരുളിയിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ നന്നായി തിളച്ചതിൻ്റെ ശേഷം ഈ നാടൻ കോഴീനെ അതിൽ മുക്കി വയ്ക്കുക. അതിപ്പോൾ ഒരു നന്നായി തിളച്ച വെള്ളം വെച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് വെച്ചാൽ മതി. കുറച്ച് തള കുറവാച്ചെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ മുക്കി വയ്ക്കേണ്ടി വരും. തോല് പെട്ടെന്ന് പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മുക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ കോഴീനെ ഒന്ന് മറിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഇത് എടുക്കുക, കോഴീനെ എടുത്ത് നമ്മൾ ഇതേനോ ഒരു ചാക്കില എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ പപ്പും തോലും നമ്മൾ പറിച്ചെടുക്കണം. ഒന്ന് ക്ലീൻ ചെയ്താൽ കണ്ട കൈ പൊള്ളുണ്ട്, തിളച്ച വെള്ളമാണല്ലോ. അപ്പം ചേട്ടൊരു വടി കൊണ്ടൊക്കെ തോണ്ടിയിട്ടൊക്കെ കോഴീനെ എടുക്കുന്നിട്ടാണ്. എന്നിട്ട് ചാക്കിൽ ഇട്ടിട്ടുണ്ട്. പപ്പും തോലും പറിച്ചെടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ നിൽക്കുക. അപ്പോൾ പപ്പും തോലും പറിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാം ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ചേട്ടൻ്റെ കൂടി. ഒരാൾ തന്നെ ഇരുന്നാൽ ഇത് പെട്ടെന്ന് കഴിയില്ലേ, കുറച്ച് സമയം വേണം അത് പറിച്ച് എടുക്കണമെങ്കിൽ. ഇത് പറിച്ചെടുക്കാണ്ട് ഇതിൻ്റെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ തോലോടക്കനെ വലിച്ചെടുക്കാൻ പറ്റൂട്ടോ. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ തോല് കിട്ടില്ല. അപ്പോൾ തോലിലാണ് അതിൻ്റെ നെയ്യൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം കൊണ്ട് തോല് കളയാതെയാണ് ഞങ്ങൾ കറി വയ്ക്കാറ്. തോല് കളയുമ്പോൾ നമ്മൾ അങ്ങനെ കീറിയെടുത്ത് തോലോടക്കനെ അങ്ങനെ കളയുമ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്. എന്താ വെച്ചാൽ ഈ വപ്പും തോലൊന്നും പറിച്ച് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് അങ്ങനെ ഈ സംഭവം അടിപൊളിയായിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്തുട്ടാ. അങ്ങനെ ഞാനും കൂടിയപ്പോൾ 2 ആളും കൂടി ആയപ്പോൾ അത് വേഗം സെറ്റായി. അപ്പോൾ അതിലത്തെ ചെറിയ ചെറിയ രോമങ്ങളുണ്ടാവും. അത് നമുക്കങ്ങനെ പറിച്ചാൽ ഇതാവില്ല, എന്താ പറയുക, ക്ലീനാവില്ല. പറിക്കാനും ഇരിക്കാനും എളുപ്പമല്ല, ചെറിയ ചെറിയ നാരുമാരത്തെ രോമങ്ങളുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിത് ഓലക്കൊടി എടുത്ത് തീ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കരിയിച്ച് കളയുമ്പോൾ പിന്നെ അത് ക്ലീനായിട്ട് കിട്ടും. നമുക്ക് ഒരു രോമം പോലും ഉണ്ടാവില്ല, ചെറിയ നാരുകളാണല്ലോ, എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ തന്നെ അതിനായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓലക്കൊടി ചൂട്ടാക്കി പിടിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെ അപ്പോൾ ഒരുവിധം അത് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഏതാണ്ട് ഇതേ കണ്ട രോമം കരിച്ചിങ്ങനെ ഓരോ ഭാഗം പിടിക്കണം കേട്ടോ. കാലിൻ്റെ തൊടയുടെ ഭാഗം അങ്ങനെ ഓരോ കൊറുവിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെ പിടിച്ച് അത് സെറ്റാക്കി എടുക്കണം. അത് ഓരോ ഭാഗങ്ങൾ പിടിച്ചിട്ട് ഗ്യാപ്പുകൾ പിടിച്ചിട്ട് അതിലൊക്കെ രോമം ചെറിയ ചെറിയ രോമങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കരിച്ച് ഇങ്ങനെ എടുക്കണം നമ്മൾ. ഓലക്കൊടി പിടിച്ചിട്ട് ചൂട്ടാക്കി ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അത് സംഭവം ക്ലിയറാവും. അപ്പോൾ ഒരുവിധമൊക്കെ അതിനെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. 2നും ഞങ്ങൾ അങ്ങനെ ക്ലിയറാക്കി. അതിന് ശേഷം നമ്മളൊന്ന് കഴുകിയെടുക്കുക. നന്നായി വൃത്തിയാക്കിയിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മളത് നന്നാക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ അടിപൊളിയായിട്ട് കുട്ടികളെ കുളിപ്പിക്കുന്ന മാതിരി കയ്യും കാലൊക്കെ പിടിച്ച് തന്നെ അതിനെ അടിപൊളിയായിട്ട് ഇതേ കുളിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കോഴിക്കുട്ടനെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നമ്മളത് കഷ്ണങ്ങളാക്കണമെന്നാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ്. അതിനായി വാഴയുടെ ഇല ഞങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴീനെ അതിൽ വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഇടാമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് വാഴയുടെ ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത കോഴീനെ ആൾ ഇതേനോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെ കുട്ടികളെ കിടത്തണ മാതിരിയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ വാഴയുടെ ഇലയിൽ കോഴീനെ കിടത്തണത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അത് അടിപൊളിയായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണം. അതിപ്പോൾ ഒരാൾ തന്നെ ഇരുന്നാലും അത് ബുദ്ധിമുട്ടാണ്, ഒരു ഭാഗം പിടിക്കുക മുറിച്ചെടുക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും അപ്പോഴും കൂടി. അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ആ ഒരു നേക്കുണ്ട് കേട്ടോ. അതെങ്ങനെയൊക്കെയാണെന്ന് ആൾക്കറിയുള്ളൂ, ചേട്ടനറിയുള്ളൂ. അപ്പോൾ അതുപോലെയൊക്കെ അത് ഭംഗിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ആളുടെ വല്യമ്മയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ
ഈ നാടൻ കോഴി അത്ര വെക്കുക, അവിടുത്തെ വീട്ടിലുള്ള കോഴീനെയാണ് പിടിച്ച് വെക്കാറത്രേ. അപ്പം അവരൊക്കെ നന്നാക്കണമൊക്കെ കണ്ടിട്ട് ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള മാതിരിയാണ് ആൾ ഈ കോഴീനെ നന്നാക്കണത്. അപ്പോൾ അതാ ഓരോ ഭാഗങ്ങളും പിടിച്ച് ക്ലീൻ ചെയ്യാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എനിക്ക് വലിയ വശമില്ല കേട്ടോ, ഞാനങ്ങനെ കണ്ടിട്ടില്ല. ചേട്ടനാണത് കണ്ട് പരിചയമുള്ള കാരണം കൊണ്ട് ആൾ അടിപൊളിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ഇതിങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പീസാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക സാധനം ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഈ നാടൻ കോഴി കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതിനായി അതൊക്കെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഞങ്ങൾ തന്നെ ഉരുളി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ സവോള ഇട്ട് നമ്മൾ ഗ്രേവി തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെ അങ്ങനെ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ തന്നെ സവോള തട്ടി കൊടുത്തുട്ടാ. അങ്ങനെ സവോള നന്നായിട്ട് നമ്മൾ ഒരു ബ്രൗൺ കളറാവണ വരെ മൂപ്പിക്കണ മാതിരി തന്നെ നമ്മളത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഒത്തിരി അധികം തന്നെ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്താ വെച്ചിങ്ങനെ 2 ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചധികം സവോള ഒരു 2 കിലോനൊക്കെ ഉണ്ടാവില്ല, അത് 2 കിലോ സവോളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതങ്ങനെ വഴറ്റി അങ്ങനെ ആൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. അത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പാചകം ചെയ്യാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് തന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഈ സവോള വാടിയതിന് ശേഷം അതിലേക്ക് പേസ്റ്റ് നന്നായി മൂപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തൊന്ന് അടിച്ച് നമ്മളത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം മുളക് പൊടി ഒത്തിരി അധികം തന്നെ ഇട്ട് കൊടുത്ത് 2 ചിക്കനുള്ള കാരണം കൊണ്ട് മുളക് പൊടി ഏതാണ്ടൊരു 10-16 ഞങ്ങളുടെ പിന്നെ ചെറിയ ടീസ്പൂണാണ് കേട്ടോ. അത് കാരണം കൊണ്ട് 10-16 ടീസ്പൂണൊക്കെ ഇട്ടു, ചെറിയ ടീസ്പൂണായതുകൊണ്ട്. അങ്ങനെ അതങ്ങനെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ നന്നായി മൂത്ത് വന്നപ്പോൾ തന്നെ ഞാൻ മല്ലി തട്ടി കൊടുത്തുട്ടായി. അങ്ങനെ മല്ലിപ്പൊടി ഇത്തിരി അധികം ഇട്ടിട്ട് ഒരു 10 ടീസ്പൂണോളൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ മല്ലിപ്പൊടി അതിൽ. അപ്പോൾ അങ്ങനെ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി മൂക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും നമ്മുടെ ചിക്കൻ കറിയുടെ. മല്ലി മുളകൊക്കെ മൂക്കും തോറാണ് അതിൻ്റെ ഒരു രുചി കിട്ടുക. നന്നായിട്ടത് മൂത്ത് തന്നെ ഈ അടിപൊളി കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അപ്പയ്ക്കും ചിക്കന് ഈ ഒറ്റ വിസല അടുപ്പിച്ചു വിട്ടാൽ ഞാൻ കുക്കറിൽ. എന്താ വെച്ചാൽ നാടൻ കോഴിക്ക് വേവ് കൂടുമല്ലോ, അത് കാരണം കൊണ്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചിക്കനൊന്ന് ഒറ്റ വിസലിലൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി വഴറ്റി നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ട് അങ്ങനെ ഒരു വിസിലടിച്ച് ഇത് വേവിച്ച മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് തട്ടി കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ ഇത് അടിപൊളി ഇപ്പോൾ കറി അടിപൊളി കറിയായിട്ട് മാറുട്ടപ്പത്. അപ്പോൾ അതിലേക്ക് എന്താ വെച്ചാൽ പിന്നെ ചിക്കൻ പിന്നെ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കുക്കറിൽ അടിച്ചതല്ല. അപ്പോൾ അത് മസാലപ്പൊടിയും നമ്മുടെ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ തന്നെ നമ്മുടെ കോഴിക്കറി ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. തളന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പുറത്തായത് കൊണ്ട് തന്നെ പൂച്ചയും അങ്ങനെ നോക്കി നിൽക്കുക, കൊതുകുവെള്ളം ഇറക്കിയിട്ട് ചിക്കൻ കറിയുടെ മണം കിട്ടിയിട്ട് പൂച്ചയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ നിങ്ങളും നാടൻ കോഴി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ട്